ഇവിടെ എത്തുന്നതിൻ്റെ തലേദിവസവും എനിക്ക് അസഹ്യമായിട്ടുള്ള നടുവേദന ഉണ്ടായിരുന്നു. ബോധം കെട്ട് വീഴും, പിന്നെ ശ്വാസതടസ്സം വരും, നെഞ്ചുവേദന വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഈ പ്രായത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതായി പോയി എന്നുള്ളൊരു വിഷമത്തിലൊക്കെയാണ് വന്നത്. എൻ്റെ ഇളയ ആളായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാലേ തൊട്ട് ഈ ഒരു ഡോക്ടറിൻ്റെ ഇരിക്കുകയല്ല ഞാൻ വന്നെന്നുണ്ടെങ്കിൽ എന്നേ ഞാൻ മരിച്ചേനുമായിരുന്നു. എൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോയായിരുന്നു. 5 കൊല്ലത്തിൽ അമ്മ എഴുന്നേക്കത്തില്ല, നടക്കത്തുമില്ല, ഇല്ല, ഒരു കിടപ്പായിട്ട് കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോൾ നല്ല മാറ്റം വന്നു. കാല് കണ്ടമാനം മരവിച്ചു, കാല് മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടമാനം ഭയന്നു പോയി. അവസാനം ബദ്രിനാഥിലെ റാവൽജി പറഞ്ഞിട്ടാണ് ഇവിടെ വരികയും ചെയ്യുന്നത്. വന്ന് 3ാമത്തെ ദിവസം എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റി. കാല് നിലത്ത് കുത്താൻ പറ്റി. ഡോക്ടറെ നമസ്കാരം. നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് 3ാമത്തെ വീഡിയോ ചെയ്യാനായിട്ടാണ് എത്തിയത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എത്ര പേരെ റിസൾട്ട് പറയണം, നല്ല റിസൾട്ട്. ഒരുപാട് പേര് ആമോദത്തിനൊക്കെ ഒരുപാട് പേര് നല്ല റിസൾട്ട് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഡോക്ടർ, നമുക്ക് വേറെ എന്തെല്ലാം ചികിത്സയുണ്ട് ഇവിടെ ആമോദം കൂടാതെ? ഈ വാതരോഗങ്ങൾ പൊതുവേ ആളുകൾ വിചാരിക്കും നടുവേദന മുട്ടുവേദന മാത്രമാണെന്ന് വിചാരിക്കും. പക്ഷേ വാതരോഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ബാധിച്ച് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നട്ടലിന് ബാധിക്കാം, മുട്ടിന് ബാധിക്കാം, അതേ സ്ഥാനത്ത് തന്നെ കിഡ്നിയെ ബാധിക്കുന്നതും പലതരത്തിലുള്ള അവയവങ്ങളെ ബാധിക്കും. അത്തരത്തിലുള്ള നിരവധി വാതരോഗങ്ങളും ഓസ്റ്റിയോപോറോസിസ്, അതായത് അസ്ഥിക്ക് പൊടിച്ചിലുണ്ടാവില്ല, അങ്ങനെയുള്ള അസുഖങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ചികിത്സിക്കുന്നത്. ഞാനിവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി യാത്ര ചെയ്തപ്പോൾ ഈ ഭരണിക്കാവ് പ്രദേശത്ത് ഒരു ദിവസം വരേണ്ടി വന്നു. ഇവിടെ എത്തുന്നതിൻ്റെ തലേദിവസവും എനിക്ക് അസഹ്യമായിട്ടുള്ള നടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ പരിപാടികൾ അതിൻ്റെ പേരിൽ റദ്ദ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പരിസര പ്രദേശത്താണ് എത്തിയത്. ഒട്ടും മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ, അസ്വാസ്ഥ്യവും അതുപോലെ അവശതയും വളരെയേറെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇനി മറ്റൊരു മാർഗവുമില്ലാതെ ചികിത്സ തേടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വൈദ്യധർമ്മയിലെത്തുന്നത്. അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയമില്ല, പക്ഷേ പരിചയപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ കുറേ അസുഖം മാറി. കാരണം അദ്ദേഹം വളരെ പുഞ്ചിരിച്ചുകൊണ്ട്, ഞാൻ വലിയ ആനക്കാര്യമായിട്ടാണ് എൻ്റെ അസുഖം പറഞ്ഞത്, പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ അസുഖം കുറേയൊക്കെ അങ്ങനെ തന്നെ അങ്ങ് മാറി. ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ കുഴപ്പം പിടിച്ച കേസാണ്, ഇത് അങ്ങനെ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം വളരെ സൗമനസ്യത്തോടെ, സ്നേഹത്തോടെ, പുഞ്ചിരിയോടെ എൻ്റെ രോഗവിവരങ്ങളെല്ലാം കേട്ട്, അതിനെന്താ നമുക്കിവിടെ കിടക്കാമല്ലോ, കുറച്ച് ദിവസം ഇവിടെ ചികിത്സിക്കേണ്ടി വരും, പരിപാടികളൊക്കെ ഒന്ന് റദ്ദ് ചെയ്യേണ്ടി വരും എന്നൊക്കെ വളരെ അങ്ങേയറ്റം അത്ര ഗൗരവപൂർവ്വമല്ലാതെ എന്നാൽ സ്നേഹബുദ്ധിയ എന്നോട് പറഞ്ഞു. ഞാനിവിടെ അങ്ങനെ ചികിത്സ നടത്തി എനിക്ക് സുഖമായി ഞാൻ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഡോക്ടർ, ഇദ്ദേഹം നമ്മുടെ നഫ്സീനയാണ്. അയൺ ഡെഫിഷ്യൻസി, അനീമിയയും അമിതമായിട്ടുള്ള രക്തസ്രാവവും. നമുക്ക് ബാക്കി എന്തായാലും ചോദിക്കാം. ഹായ്, എവിടെ വീട്? കോഴിക്കോടാണ്. എന്തായിട്ടാ വന്ന? എനിക്ക് ബ്ലഡ് കുറവാണ്, അനിമിയാണെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. ഡോക്ടർ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ട്? എനിക്ക് തലകറക്കം വരും, ബോധം കെട്ട് വീഴും, പിന്നെ ശ്വാസതടസ്സം വരും, നെഞ്ചുവേദന വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ മരുന്ന് അയൺ സിറസ് എന്ന് പറഞ്ഞ മരുന്ന് കയറ്റിയാണ് ഞാൻ 10 വർഷമായിട്ട് അങ്ങനെ നല്ലോണം. അതിപ്പോ കുറവുണ്ട്. ഇപ്പൊ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ പറ്റ മാറി. ഇപ്പൊ ആദ്യമൊക്കെ 4 വരെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞു പോകും, 0.4 ആവുമായിരുന്നു. പീരീഡ്സിന്റെ ടൈം കഴിയുന്ന സമയമാകുമ്പോഴേക്കും 0.4 ആവും. പിന്നെ വീണ്ടും 2 ബോട്ടിൽ വെച്ചാണ് നോർമൽ ആയിട്ടുള്ള റേഞ്ച്. പുള്ളിക്കാരി 4 യൂണിറ്റ് വരെയും രക്തത്തിന്റെ അളവ് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അത്രയും കുറഞ്ഞു വന്നാണ് റെഡിയായത്. പലപ്പോഴും പുള്ളിക്കാരി ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഉള്ളൊരു കണ്ടീഷനിലാണ് പുള്ളിക്കാരി ഇവിടെ എത്തുന്നത്. ഞാൻ മോശമായ കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞരമ്പെല്ലാം ബ്ലോക്കായി, മരുന്ന് കയറ്റി. ഒരു വർഷത്തിൽ 1 തവണ 2 തവണ മാത്രം കയറ്റണം മരുന്ന്. ഞാൻ മാസം ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഇങ്ങ് വരെ എത്ര ദിവസത്തിനുള്ളിൽ റെഡിയായി? 1 മാസം. 1 മാസം എടുത്തുള്ളൂ. 1 മാസം കൊണ്ട് കംപ്ലീറ്റ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ 4 മാസമായി, ഒരു കുഴപ്പമില്ല. വാദം നട്ടലിനെ ബാധിച്ചിട്ട് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിൽ വന്ന ആളാണ്. സ്ഥലം എവിടെയായിരുന്നു? പേര്? ശ്രീജ. ഓക്കെ, ശരിക്കും എന്ത് പറ്റിയതായിരുന്നു? എനിക്ക് കുറേ നാളുകൊണ്ട് വർഷങ്ങളായിട്ട് നടുവേദനയായിരുന്നു. എല്ലായിടത്തും കൊണ്ടുപോയി ചികിത്സിച്ച് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. ഒത്തിരി പൈസ പോയത് മാത്രം മിച്ചമായുള്ളായിരുന്നു. അങ്ങനെ കുറേ നാളായപ്പോൾ ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഇളക്കിയ താമറി, അങ്ങ് നടക്കാൻ പറ്റാത്ത, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി.
അങ്ങനെ ഇവിടുത്തെ വീൽചെയറിൽ പോലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവരെങ്ങനെ ഇവിടെ എത്തിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറും ആതിര ഡോക്ടറും കൂടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തനിയെ എഴുതിയിട്ട് ഇരിക്കാനും നടക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പം എല്ലാം ഓക്കെയാ? ഇപ്പം എല്ലാം ഓക്കെയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ചികിത്സ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. നല്ല ട്രീറ്റ്മെൻറ്റും എല്ലാവർക്കും ഡോക്ടറെ സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഇളയ ആളായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാലേ തൊട്ട് അത്രയ്ക്ക് എന്നുവെച്ചാൽ മനസ്സിൽ തട്ടി. എന്നുവെച്ചാൽ ഈ പ്രായത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതായി പോയി എന്നുള്ളൊരു വിഷമത്തിലൊക്കെയാണ് വന്നത്. അത് പെട്ടെന്ന് തന്നെ എനിക്ക് സാധിച്ചു തന്നു. ഞാൻ നടക്കുന്നുണ്ടല്ലേ, ഇപ്പോൾ കൂനി ശരീരം മൊത്തം നീരായിരുന്നു. ആ നീരൊക്കെ അങ്ങ് ചൊട്ടി. ഇപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ചോദിക്കും എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, പക്ഷെ മൊത്തം നീരായിരുന്നുള്ള അവർക്ക് അറിയത്തില്ല. ഇപ്പം അതെല്ലാം മാറി. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റായാലും മറ്റേ പഞ്ചകർമ്മയിലെ കുട്ടികളായാലും എല്ലാ സ്റ്റാഫും അച്ഛനും അമ്മയും എന്നെ ഒന്ന് ഒത്തിരി സമാധാനിപ്പിച്ചിട്ടുണ്ട്. മോൾ വിഷമിക്കരുത്, എല്ലാം നല്ലതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. എത്ര നന്ദി പറഞ്ഞാലും ഡോക്ടർ ഈ അമ്മയ്ക്ക് എന്തായിട്ടാ വന്നത്? ആമോദമായിരുന്നു. വളരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. എനിക്കിപ്പോൾ വളരെ വളരെ നല്ല അഭിപ്രായം വന്നേരം ഞാനിപ്പോൾ ഒരു മിടുക്കിയായിട്ട് നിൽക്കുന്നു. അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നിരിക്കാനും ഒന്നും വയ്യത്തില്ല. എനിക്ക് എൻ്റെ ശരീരം മൊത്തം വേദനയും നീരുമായിരുന്നു. നീരായിരുന്നു. നീര് ഇവിടെ 45 ദിവസം കിടന്ന എൻ്റെ തടവി ഉടച്ച് എന്നെ ഇത്രയും ഒരു മിടുക്കിയാക്കി മാറ്റിയത്. ഒരു 1.5 മാസം കൊണ്ട് അല്ലേ കംപ്ലീറ്റ് ഓക്കെ ആയി. കൊണ്ട് അത് ഈ ഡോക്ടറും ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വേദന എന്ത് വന്നെന്ന് വെച്ചാലും അപ്പോഴേ അവർ ഓടി വരും. ഇവിടുത്തെ ഏത് സ്റ്റാഫന്മാരും കിച്ചണിൽ നിൽക്കുന്നവർ പോലും നല്ല സഹകരണവും സമീപനവും. വീട്ടിലെ അംഗങ്ങളെ പോലെ എല്ലാവരും. അതുപോലെ ഞാൻ പല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് ക്ലിയർ ആയിട്ടുള്ള നട്ടലിന് വേദനയായിട്ടാ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയതേ ഉള്ളൂ. തോളയിൽ പിടിച്ചിട്ട് പറഞ്ഞു അമ്മയെ ആമവാദമാണെന്ന്, അമ്മയെ ഞാൻ വിടാൻ പറ്റത്തില്ല, അമ്മ വീണ് പോകുന്നു. പക്ഷെ ഞാൻ എന്നും രാത്രി ഇപ്പോഴും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഈ ഒരു ഡോക്ടറിൻ്റെ ഇരിക്കുകയല്ല ഞാൻ വന്നെന്നുണ്ടെങ്കിൽ എന്നേ ഞാൻ മരിച്ചതിനുമായിരുന്നു. എൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോയായിരുന്നു ആമവാദമായിട്ട്. ആദ്യമേ ഇതിങ്ങനെ മടങ്ങി, പിന്നെ ഇത് മടങ്ങി. ഈ വിരലൊക്കെ ഒരുവിധം ആയതാ. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ രാത്രിയൊക്കെ എനിക്ക് പറ്റും. എല്ലാ പണിക്കും പോകും. ഒരു കുഴപ്പമില്ല. എല്ലാത്തിനും പോകും. രാത്രി ഉറങ്ങുന്നതാണ് ഏറ്റവും വലിയ ഇത്. ഒരു കുഴപ്പമില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കമില്ല, വേദനയാ. ഫുള്ള് ശരീരം മൊത്തം വേദന, നീരായിരുന്നു. കാലിന്റെ തൊടയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇരുന്നത്. ഇത്രയും വീതിയിൽ ഉറങ്ങാൻ പറ്റാത്ത അമ്മയാണ് ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഉറങ്ങാൻ പറ്റും, എല്ലാം ചെയ്യാം. അമ്മ കരയുമായിരുന്നു. ആദ്യം OP വന്ന് കരച്ചില്ല, പിന്നെ വർത്താനം. കരഞ്ഞു കഴിഞ്ഞിട്ടാണ് കാര്യം പറഞ്ഞല്ലേ. ഞാൻ എന്നിട്ട് എന്നെ അഡ്മിറ്റ് ആക്കാൻ ഒരുങ്ങിയപ്പോ ഞാൻ കൈ കൂട്ടി, വേണ്ട എന്നെ അഡ്മിറ്റ് ആക്കലേ, എന്നങ്ങ് പോകട്ടെ. അന്നേരം പറഞ്ഞു ഇല്ല അമ്മ വീട് പോകുമെന്നും പറഞ്ഞിട്ട് എന്നെ ഈ ഡോക്ടർ എത്ര നന്ദി പറഞ്ഞാൽ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ. ഇതാണ് ഈ നടന്നു വരുന്ന അമ്മ 5 വർഷമായിട്ട് കിടപ്പിലായിരുന്നു. ആമവാദവും അസ്ഥി പൊടിച്ചിലും വളരെ കുറവായിട്ടുള്ള ചികിത്സയാണ്. എല്ലാ സ്ഥലത്തും അതിന്റെ ചികിത്സയില്ല. ആ അമ്മയാണ് ഇപ്പൊ നടന്നു വരുന്നത്. ഡോക്ടർ ഇത് എന്താ പറ്റിയതാ? ഇത് ആമവാദവും അസ്ഥി പൊടിച്ചിലുമായിട്ട് 5 വർഷത്തിൽ കൂടുതലായിട്ട് സമ്പൂർണ്ണമായും കിടപ്പിലാണ്. അമ്മേ നമസ്കാരം. പേര്? ഗീത. ഗീത. എവിടെ സ്ഥലം? തൃശ്ശൂര്. തൃശ്ശൂര്. എത്ര വർഷമായി അമ്മയ്ക്ക് അസുഖം തുടങ്ങി? 5 കൊല്ലമായി. 5 കൊല്ലമായി. 5 കൊല്ലത്തിന് അമ്മ എഴുന്നേക്കത്തില്ല, നടക്കത്തുമില്ല, ഇല്ല, ഒരു കിടപ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോൾ നല്ല മാറ്റം വന്നു. നല്ല മാറ്റം വന്നു. ഇപ്പൊ അമ്മ വാക്കറിൽ നടക്കാൻ തുടങ്ങി. എന്നെ ഇവിടേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് അനിയത്തിയുടെ ഭർത്താവ് എടുത്തിട്ട് കൊണ്ടുവന്നത്. എടുത്ത കൊണ്ടുവന്നത് നടക്കില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നടന്നത് തന്നെ, വാക്കർ പിടിച്ച്. അതിൽ വല്ല സന്തോഷമുണ്ട്. പേരെന്താ? എൻ്റെ പേര് ബിന്ദു. അപ്പൊ ഇവിടെ വന്ന എങ്ങനെയാ? ഇവിടെ വന്ന് ഞാനിതുപോലെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകും. എനിക്ക് ദേവീക്ഷേത്രത്തിൽ കൂടുതൽ താല്പര്യം. അപ്പം എന്നും വിഷമിച്ചിട്ട് പറയണ്ട ചേച്ചിയുടെ കഥ തീരുമാനമാക്കണേ എന്നും പറയാറുണ്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് എടുത്ത് നോക്കി. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഈ ആശുപത്രി കുറിച്ചും ഇതൊക്കെ കണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ വേറെ അനിയത്തി കുട്ടിയുണ്ട്, അവളെ നമ്പർ കൊടുത്ത് ഞങ്ങളപ്പോൾ വിളിച്ച് അന്വേഷിച്ച് ആ സ്പോട്ടിലേക്ക് എന്നെ ഇവിടേക്ക് എത്തി. അങ്ങനെ എത്തിയതിന്റെ വ്യത്യാസം എങ്ങനെയുണ്ട്? നല്ല മാറ്റം. ഞങ്ങൾ എടുത്തോണ്ട് വന്ന അനിയത്തിയുടെ ഭർത്താവ് എടുത്തോണ്ട് വന്നത്. അതെ. അപ്പൊ ഇപ്പം ഉള്ള മാറ്റം എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചേച്ചി ഇപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയാവുന്നു. അപ്പൊ ചേച്ചിക്ക് സ്വന്തം കാര്യത്തിന് വാക്കർ പിടിച്ച് നടക്കാനുള്ള ഒരു പറ്റിയ ആൾക്ക്. മനോജ് എന്നാ എൻ്റെ പേര്. എന്ത് പറ്റിയതാ? എനിക്ക് ഞാൻ ടൂർ പാക്കേജ് ചെയ്യുന്ന ആളാ. അപ്പോൾ ബദ്രിനാഥ് വെച്ചിട്ട് കഴിഞ്ഞ 2023 ഒക്ടോബറിൽ തണുപ്പിനകത്ത് കാൽ ഉറഞ്ഞുപോയി. അപ്പം അമ്പലത്തിനകത്ത് വെച്ചിട്ടായിരുന്നു, മഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു. സമയത്ത് ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ അത് പ്രശ്നമായി. കാല് കണ്ടമാനം മരവിച്ചു. 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാലിന് സെൻസേഷനൊക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഭയങ്കര നീരായി നാട്ടിൽ വന്ന്
കാല് രണ്ടും നിലത്ത് കുത്താൻ മേലാത്ത അവസ്ഥ വന്നു. പല ഹോസ്പിറ്റലുകളിൽ പോയി, പലയിടത്തും മാറി മാറി 5 തവണ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും കുറവില്ല. അതിവേദന, രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല, കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല, ഒരാളുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. ഇത് സ്നോ ബൈറ്റാണ്, ഇത് അകത്ത് ബാക്ടീരിയ കയറിയിട്ടുണ്ടാകും, കാല് മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടവാനും ഭയന്നു പോയി. അങ്ങനെ അവസാനം ബദ്രിനാഥിലെ റാവൽജി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വൈദ്യധർമ്മത്തെ പറ്റി അറിയുകയും ഇവിടെ വരികയും ചെയ്യുന്നത്. ഏതായാലും എൻ്റെ ഭാഗ്യത്തിന് വന്ന് 3ാമത്തെ ദിവസം എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റി. കാല് നിലത്ത് കുത്താൻ പറ്റി. ഡോക്ടർ, ഇവിടെ സ്ത്രീ രോഗങ്ങളൊക്കെ ചികിത്സിക്കാറുണ്ടോ? നമ്മൾ മെയിനായിട്ട് ഇവിടെ വാതരോഗങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത്. വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് സ്ത്രീകൾ സമീപിക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ കേസ് എടുക്കുമ്പോഴത്തേക്കും കൂടുതലും അവർക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ക്രമക്കേടുകൾ, അമിതമായിട്ടുള്ള രക്തസ്രാവം, ഡിസ്ചാർജുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് സ്ത്രീകൾക്കുണ്ട്. ചിലപ്പോൾ അത് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില സ്ത്രീകളും ഉണ്ടാവും. ഇത് നമ്മൾ ചോദിച്ചു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനു വേണ്ടി തന്നെ ആൾക്കാർ നമ്മളെ സമീപിക്കാറുമുണ്ട്, ആർത്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി തന്നെ. പക്ഷേ വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അവരോട് ചോദിച്ചറിയുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അവർക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും കൂടെ ചെയ്യുമ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ രണ്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. പൂർണ്ണമായിട്ടും നമുക്കത് ചികിത്സ മാറ്റാൻ പറ്റുന്നുണ്ട്. കൂടുതലും അമിതമായിട്ടുള്ള രക്തസ്രാവം മൂലം ഈ അയൺ ഡെഫിഷ്യൻസി, അനീമിയൊക്കെ ഉണ്ടാവുന്ന കേസുകളുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നവരോട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും വീഡിയോ കണ്ടിട്ട് അത്ഭുതകരമായ എന്തോ മാജിക് കാണിക്കുന്ന സ്ഥലമാണ് ഇതെന്നും പറഞ്ഞിട്ട് ആളുകൾ വരും. അങ്ങനെയൊന്നുമല്ല, നമുക്ക് മാജിക് കാണിക്കാനൊന്നും പറ്റില്ല. കൃത്യമായിട്ട് ചികിത്സ ഫോളോ അപ്പോട് കൂടിയിട്ട് തുടർ ചികിത്സ കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയാലും ഫോളോ അപ്പ് ചെയ്യണം. തുടർ ചികിത്സ. കാരണം ആമവാദം പോലുള്ള ഒരു അസുഖം 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും നാളെ അവരുടെ ഭാവിയിൽ തുടർന്ന് അവരുടെ ജീവിതത്തെ മോശമായി സ്വാധീനിക്കാത്ത തരത്തിലേക്ക് വാദത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് മെയിൻ ടാർഗറ്റ്. അത് രോഗികളെ ശ്രദ്ധിച്ചിട്ടേ വരാവുള്ളൂ, അല്ലാതെ നമ്മൾ മാജിക് കാണിക്കുമെന്ന് പറഞ്ഞു വരരുത്. അതെ, ഒരിക്കലും മാജിക് അല്ല, ഇത് ചികിത്സയാണ്, ആയുർവേദമാണ്. ഇപ്പൊ അമ്മയൊക്കെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും, അത്ര മനസ്സിൽ തട്ടിയാണ് ആ പറഞ്ഞ. അത്രയും ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ആയുർവേദ മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് കുഴപ്പം വരും, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കിഡ്നി ഫംഗ്ഷൻസും അതുപോലെ അതിന്റെ ഫിൽട്രേഷൻ റേറ്റും ഒക്കെ നോക്കി റെഗുലർ മോണിറ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരേണ്ടവർക്ക് എങ്ങനെ വരാൻ പറ്റും? ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല ശാസ്താംകോട്ട ഭരണിക്കാവ് ഭരണിക്കാവ് ജംഗ്ഷനിൽ തന്നെ വൈദ്യധർമ്മ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചാൽ ആരും കാണിച്ചു തരും. ജംഗ്ഷനിൽ തന്നെയാണ് അവിടെ ഇത് കാണാൻ പറ്റും. നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, അല്ലെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഭരണിക്കാവ് ജംഗ്ഷനിലേക്ക് വണ്ടികളുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്പർ ഉണ്ട്, കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിച്ചിട്ട് എത്തിയാൽ മതി.